ക്ഷേത്രത്തിലേക്ക് തൊഴാൻ കൊണ്ടുവന്ന ആനയാണ് ഇപ്പോൾ ഇടഞ്ഞ് വലിയ പരിഭ്രാന്തിയായിക്കൊണ്ട് ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും ഈ ആന വഴങ്ങുന്നില്ല, അത് തളയ്ക്കാൻ അതിന് കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തുടർച്ചയായിക്കൊണ്ട് 4 ഭാഗത്തേക്കും ആന വിരണ്ടോടുകയാണ്. അപ്പോഴൊക്കെ ഈ RRT സംഘങ്ങളും ചിതറിയോടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ആനയുടെ കൊമ്പിൽ ചോര വന്ന് നമുക്ക് കാണാം, രക്തം കാണാം. അതായത് ആന നേരത്തെ ഒരു കാറ് കുത്തിമലർത്തി വലിയ രീതിയിൽ നശിപ്പിച്ചിരുന്നു, അക്രമാസക്തനായിക്കൊണ്ട് വലിയ രീതിയിൽ നശിപ്പിച്ചിരുന്നു. ആ സമയത്ത് ആനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴാ അതുകൂടി ചേർന്നാണ് ആന കൂടുതൽ പരിഭ്രാന്തിയായിക്കൊണ്ട് 4 ഭാഗത്തേക്കും ചിതറി ഓടിക്കൊണ്ടിരിക്കുന്നത്. ആളുകളൊക്കെ വലിയ ഭീഷണിയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ അമ്പലത്തിന് ചുറ്റുഭാഗത്തും വീടുകളുണ്ട്, പല ഭാഗത്തേക്കും പോകാനുള്ള വഴികളുണ്ട്, പ്രധാനപ്പെട്ട റോഡിലേക്കടക്കം കടക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഒരു ആക്രമണം ആനയുടെ ഭാഗത്തു നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാൽ തന്നെ വലിയ ജാഗ്രതയോടുകൂടിയാണ് ആളുകൾ നിൽക്കുന്നത്. ഒരു തരത്തിലും ആന വഴങ്ങുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ RRT സംഘങ്ങൾ പല ഭാഗത്തു നിന്ന് ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും ആന വഴങ്ങുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. തുടർച്ചയായി ആ വാഹനത്തെ തുടർച്ചയായി ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു തരത്തിൽ ആദ്യം ഒരു തവണ ആ വാഹനം ആക്രമിച്ച് ഒരു ഭാഗത്തേക്ക് കുത്തിമലർത്തി എത്തിക്കുന്നു. പിന്നീട് ഇപ്പോഴത്തെ ആ വാഹനത്തെ തന്നെ തുടർച്ചയായി ആക്രമിക്കുന്നു. വാഹനം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. നിരവധി വാഹനങ്ങളാണ് ഈ പ്രദേശത്ത് ആന നശിപ്പിച്ചത്. ഒരു തരത്തിലും ആനയെ അനുനയിപ്പിക്കാനോ തളയ്ക്കാനോ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ ആന വഴങ്ങുന്നില്ല എന്നതാണ്. പലവിധ ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. RRT സംഘങ്ങൾ 4 ഭാഗത്തു നിന്നും ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആന പരിഭ്രാന്തിയിൽ ഈ ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആളുകളൊക്കെ വലിയ ജാഗ്രതയിലും ഭയത്തിലുമാണ്. കാരണം ഏത് സമയത്തും ആന ഏത് ഭാഗത്തേക്കും ഇറങ്ങി ഓടാനുള്ള സാഹചര്യമുണ്ട്. സമീപത്തെ റോഡുകളിലേക്ക് അടക്കം പോകാനുള്ള സാധ്യതയുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് തന്നെയാണ് പ്രധാന പാത ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കടക്കം പോകാനുള്ള സാധ്യതയടക്കം കണ്ടുകൊണ്ട് ആളുകൾ വലിയ ജാഗ്രതയിലാണ്. പോലീസുകാരും RRT സംഘവും അടക്കം ഇവിടെ ഉണ്ട്. അവരൊക്കെ വലിയ ജാഗ്രതയിലാണ്. അവർ ഈ ആനയെ പുറത്തേക്ക് എത്തിക്കുക, അതായത് ഇത് പോകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ആ റോഡ് തുടങ്ങുന്ന ഭാഗത്ത്, അതായത് ഈ പ്രധാന വഴി തുടങ്ങുന്ന ഭാഗത്തൊക്കെ പോലീസുകാരും RRT സംഘവും ഒക്കെ നിർത്തിക്കൊണ്ട് ആനയെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ആന പുറത്തേക്ക് പോകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് പ്രധാനമായി നടക്കുന്നത്. കാരണം ഇത് ഈ കോമ്പൗണ്ടിനകത്തുനിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നിരവധി വാഹനങ്ങളും ആളുകളും ജനവാസ മേഖലയും വീടുകളും കടകളും ഒക്കെയുള്ള സ്ഥലമാണ്. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രധാന റോഡിലേക്ക് എത്താൻ. അതുകൊണ്ട് ഈ റോഡിലേക്ക് ആന ഇറങ്ങാതിരിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ പ്രാഥമികമായും RRT സംഘത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷമാണ് 4 ഭാഗത്തു നിന്നും ആനയെ തളയ്ക്കാനും അനുനയിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ആന അതിന് വഴങ്ങുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു തരത്തിലും ആന വഴങ്ങാൻ തയ്യാറാകുന്നില്ല. എപ്പോഴും ഈ അക്രമാസക്തനായിക്കൊണ്ട് വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആനയുടെ കൊമ്പിൽ നിന്നടക്കം ചോര ഒലിക്കുന്നുണ്ട്. നേരത്തെ ആ വാഹനം, ആ സ്വിഫ്റ്റ് കാറ് കുത്തി മലർത്തി ഇടുന്നതിനിടയിലാണ് ആനയ്ക്ക് പരിക്കേറ്റത് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു തരത്തിലും ആന വഴങ്ങാതെ ഇപ്പോഴും ഈ ക്ഷേത്രത്തിന് മുൻപിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും രക്ഷയില്ലാതെ ആന അവിടെ തന്നെ നിൽക്കുകയാണ്. എല്ലാവിധ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ്. ഏകദേശം 1.5 മണിക്കൂറോളമായി ആന ഇങ്ങനെ നിലയുറപ്പിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.